ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഈ സംഭവം അറിയാമോ? അറിയാമോ? ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നടന്നു കേട്ടാ. നമ്മുടെ ഇവിടെ തെങ്ങ് ഒരെണ്ണം ഉണ്ട്, പക്ഷേ നോക്കിയിട്ടൊന്നും കണ്ടില്ല. കുറേ വഴിയുടെ അങ്ങോട്ടൊക്കെ നടന്നപ്പോഴാണ് ഈ സംഭവം കിട്ടിയത്. അപ്പോൾ ഈ സംഭവം എന്തിനാണ് ഏതിനാണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇതെന്തിനാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതും എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പം ഇത് നല്ലതല്ല കേട്ടോ, നല്ലതല്ല. രണ്ട് ദിവസമായി തോന്നുന്നത് വീണിട്ട്. ശരിയല്ല എന്ന് തോന്നുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 സംഭവം കൂടെ വയ്ക്കുന്നുണ്ട്, കാണിക്കാം. 2 കുരുമുളകാണ് ഞാൻ എടുത്തത്. പക്ഷേ ഒരെണ്ണം തറയിൽ വീണ് പോയി. ഞാൻ 1 കുരുമുളക് വെച്ചാണ് പരീക്ഷണം നടത്താൻ പോകുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരീക്ഷണം ശരിയാവണമെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് ഉരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. 2 കുരുമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ 2 എടുത്തുകൊണ്ട് വന്നു. എനിക്കിനി മുകളിൽ കയറാൻ വയ്യ. ഞാനിനി എടുക്കണമെങ്കിൽ മുകളിലോട്ട് കയറണം. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഇപ്പോൾ പരീക്ഷണം ലാസ്റ്റ് പറയാം. ഞാനിത് ഉരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാൻ പോണെന്ന് കാണാം. ഞാനത് ഉരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, തലവേദനയ്ക്ക് കൊള്ളാമെന്ന് ഞാൻ യൂട്യൂബിലൊരു കണ്ട്, ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ് തലവേദനയുള്ളവർക്ക് ഈ കൊച്ചങ്ങ എടുത്ത് 2 കുരുമുളകിൻ്റെ സംഭവവും കൂടെ വെച്ച് ഉരച്ച് നെറ്റിയിലിട്ടാൽ തലവേദന കുറയുമെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ. നമ്മളൊക്കെ ഗുളിക കഴിക്കുന്ന ടീമുകളാണ്. അപ്പം ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകുകയാണ്. കുറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. നോക്കട്ടെ സംഭവം. ഇനിയിപ്പോൾ 2 കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് തലവേദന കുറയുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റ കുരുമുളകായതുകൊണ്ട് ഇനി കുറയുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനിത് ഇട്ടതിന് ശേഷം വീഡിയോ പിടിച്ച് കണ്ണിൽ വെച്ചിട്ടേ ഇടാൻ ബുദ്ധിമുട്ട്. ഇട്ടതിന് ശേഷം കാണാം. ഇത് നെറ്റിയിലിട്ടിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല, തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. കുറേ സമയമൊക്കെ കിടന്ന് നോക്കി. ഇന്നലെയും ഗുളിക കഴിച്ച് ഇന്നും ഗുളിക കഴിക്കുന്നത്, എന്നൊന്നും ഗുളിക കഴിക്കുന്നത്. ഇതിപ്പം ഏറ്റില്ലെങ്കിൽ ഗുളിക കഴിക്കേണ്ടി വരും കേട്ടോ. ഈ മരുന്ന് ഏറ്റില്ലെങ്കിൽ നമുക്ക് ഗുളിക കഴിക്കേണ്ടി വരും. സഹിക്കാൻ പറ്റുന്നില്ല തലവേദന. നോക്കട്ടെ. 2 കുരുമുളകാണ് അവർ പറഞ്ഞത്. ഇനി 2 കുരുമുളക് വെച്ചാലേ കുറയൂലേ എന്തോ, എനിക്ക് അറിഞ്ഞുകൂടാ. കൊതു മുച്ചുന്നുണ്ട് കേട്ടോ. താഴെ തുണിക്കല്ലിൽ കൊണ്ടുവച്ചാണ് ഞാനത് ഉരച്ചിട്ടത്. ഇപ്പം നോക്കട്ടെ. കുറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും പ്രയോജനമാവട്ടെ. കുറയുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. തലവേദനയൊക്കെ ഉള്ള ഒരു മെഡിസിനൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് കൊതു മുച്ചുന്നുണ്ട്. കൊതു കടിച്ച് ചപ്പണം. തലവേദനയൊക്കെ ഉള്ളവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടെ. കുറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. കുറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ഫലമില്ലാത്ത വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു അരമണിക്കൂർ ഇട്ട് നോക്കാം. കുറഞ്ഞെങ്കിൽ മതിയെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉച്ചവരെ പൊട്ടുന്നുണ്ട് കേട്ടോ, അപ്പം നോക്കട്ടെ. കുറയുകയാണെങ്കിൽ കുറഞ്ഞതിന് ശേഷമുള്ള ഇതും കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കഴുകി കളയാൻ പോണു കേട്ടോ. അരമണിക്കൂർ കൂടുതലായി. നല്ല കുറഞ്ഞോന്ന് കേട്ടാൽ വലിയ മെച്ചമെന്ന് പറയാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിനിയിപ്പം കുരുമുളകോ ഒരെണ്ണം ആയത് കൊണ്ടാണോ ഇനി
കൊച്ചങ്ങ ഉണ്ടല്ലോ, നല്ല ഫ്രഷ് കൊച്ചങ്ങ അല്ലാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും വലിയ മാറ്റമില്ല. ചെറിയൊരു പൊടിക്കൊരാശ്വാസം എന്ന് പറയാം. എന്തായാലും എനിക്ക് കുറഞ്ഞിട്ടില്ല. ഇനി കഫത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണോ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണോ കുറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ കുറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല തലവേദന ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഞാൻ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇനി കഫത്തിൻ്റെ വല്ല ഇതുവാണെങ്കിൽ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഗുളിക കഴിക്കാൻ മടിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇന്നലെ ഗുളിക കഴിച്ചത് കൊണ്ടാണ് ഇന്നും ഗുളിക കഴിക്കാൻ ഞാൻ മടിക്കുന്നത്. ഇതുണ്ടല്ലോ വെള്ളം വെച്ചിട്ടുണ്ട്. കല്ലുപ്പിട്ടൊന്ന് ആവി പിടിക്കാമെന്ന് കരുതി. വേറെ മെഡിസിനൊന്നും ഇടുന്നില്ല. വെറും കല്ലുപ്പും ചൂടുവെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടുകലത്തിൽ വെള്ളം വെച്ചേക്കണം. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പരീക്ഷിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. നിങ്ങൾക്ക് ഈ മെഡിസിൻ ഏറ്റിട്ടുണ്ടെന്ന് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വെള്ളം വെച്ചേക്കണം.